നമസ്കാരം, ബെന്നീസ് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് കാഷ് നെറ്റ് ഉപയോഗിക്കുക എന്ന് നമുക്ക് പഠിക്കാം. വീണതല്ല, സാഷ്ടാംഗം പ്രണമിച്ചതാ. ഹായ്, അപ്പോൾ എങ്ങനെയാണ് നമുക്ക് വല വീശുന്നത് നോക്കാം. ഇതാണ് കാഷ് നെറ്റ്. ഇത് എനിക്ക് തന്നത് എൻ്റെ പെങ്ങളും ജിനോളിനും കൂടിയാണ്. അപ്പോൾ അവർക്ക് നന്ദിയോട് തുടങ്ങാം. ഈ വള്ളിയുടെ അറ്റത്ത് ഒരു ലോക്ക് ഉണ്ടാവും. അത് നമ്മൾ കയ്യിൽ കയറ്റി ലോക്ക് ചെയ്ത് വെക്കുക. അതിന് ശേഷം മിച്ചം വരുന്ന വള്ളി കയ്യിൽ കൃത്യമായിട്ട് ചുറ്റിയെടുക്കണം. ഇത് അഴിഞ്ഞു പോകാൻ എളുപ്പമുള്ള രീതിയിൽ വേണം ചുറ്റാൻ. അതുപോലെ തന്നെ കെട്ടുകൂടാൻ പാടില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ കയ്യിൽ ചുറ്റുമ്പോൾ ശ്രദ്ധിച്ച് വേണം ചുറ്റാൻ. അങ്ങനെ ചുറ്റിയെടുത്തതിന് ശേഷം ഈ വലയുടെ തുമ്പ് വരുന്ന ഭാഗം അത് കൃത്യമായിട്ടും ആ ഒരു ലോക്കിൻ്റെ ഒരു മാർക്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ഭാഗത്ത് ചേർത്ത് ഞെക്കി പിടിക്കണം. എന്നിട്ട് അത് അടുത്ത ചുറ്റായിട്ട് ഉൾക്കൊള്ളിച്ച് വീണ്ടും നമ്മുടെ ഹൈറ്റ് അനുസരിച്ച് ചുറ്റിയെടുക്കാം. ഞാൻ ഏകദേശം ഒരു 3 ചുറ്റാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. ഞാനൊരു ബിഗിനർ തന്നെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഞാനൊരു 3 ചുറ്റി എടുത്തിട്ടുണ്ട്. അതിനുശേഷം വല ഒന്ന് ഒരുക്കണം. ചുവട്ടിൽ വരുന്ന ഭാഗങ്ങളിൽ ഉടക്കമൊന്നും പാടില്ല. അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന വള്ളിയെല്ലാം അതിലൂടെ എല്ലാം ഈ കട്ട പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതെല്ലാം ഊരിയിടണം. അതൊന്ന് ചെക്ക് ചെയ്യുക. മേൽക്കുമേളി വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ലോക്കാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മാറ്റിയിട്ടാണ് ചെക്ക് ചെയ്യുന്നത്. വലയുടെ ഉടക്കുകളെല്ലാം കൃത്യമായിട്ട് എടുത്തതിന് ശേഷം നമ്മൾ കയ്യിൽ വല ഉയർത്തി പിടിക്കുക. അതിനുശേഷം 2 ലൈനോട് ഒരുമിച്ച് ഒരു 1/3 ഭാഗം കയ്യിലെടുത്ത് പിടിച്ചതിന് ശേഷം അത് നമ്മുടെ മുട്ടിന് പുറകിലൂടെ മുകളിലേക്ക് ഉയർത്തി പിടിക്കണം. അതിന് തെന്നി താഴേക്ക് വരാൻ പാടില്ല. അതുപോലെ തന്നെ അടുത്ത ഭാഗം ഏകദേശം 1/3 ഭാഗം തന്നെ കൈകൊണ്ട് മാടിയെടുത്ത് അത് ചുരുട്ടി പിടിക്കാനും പാടില്ല. ആ ഭാഗം ഉള്ളം കയ്യിൽ ഇങ്ങനെ നിവർന്നിരിക്കുന്ന രീതിയിൽ വേണം പിടിക്കാൻ. അങ്ങനെ ഒരു 1/3 ഭാഗത്തോടെ കയ്യിൽ പിടിച്ചതിന് ശേഷമാണ് നമ്മൾ വല വീശുന്നത്. അങ്ങനെ കൃത്യമായിട്ട് നമ്മൾ വല കയ്യിലെടുത്ത് പിടിച്ചതിന് ശേഷം നമ്മൾ ആറ്റിലേക്ക് പോവുകയാണ്. ഇന്ന് സാധാരണയിലധികം വെള്ളമുണ്ടായിരുന്നു. ഏകദേശം നമ്മൾ നിന്നുകൊണ്ടിരുന്ന സ്ഥലത്ത് തന്നെ മുട്ടിനൊപ്പം വെള്ളം ഉണ്ടായിരുന്നു. അതിനെ ഉയർത്തി പിടിച്ച് വേണം വല വീശി എറിയാൻ. വീശി എറിയുന്നതിന് ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആഴമുള്ള വെള്ളത്തിൽ നിന്ന് എറിയുമ്പം പരമാവധി പൊക്കി പിടിച്ചെന്നാണ്. അത് താന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിച്ചെടുപ്പിക്കാം. ഉടക്കിയോ? ഇല്ല, ഇവിടെ ഉടക്കൊന്നുമില്ല. ഇവിടെ ചെറിയോ കുഴപ്പമില്ല സ്ഥലം. ഹായ്, ആരം കിട്ടി. ചെറുപ്പ് ആരമുണ്ട്. നമ്മുടെ കൂടെയുള്ള ഇതിന് ശേഷം വന്നിട്ട് പറഞ്ഞത് നമ്മൾ ഇതിന് മുമ്പ് പിടിച്ച മീനെ വലയെ കോർത്ത് വെച്ചേക്കുമെന്നാണ് പറഞ്ഞത്. ജീവനുള്ള മീനാണെന്ന് അവനെ കൊണ്ട് തന്നെ ടെസ്റ്റ് ചെയ്യും. നീയാ പറഞ്ഞത് 2 ദിവസം മുമ്പ് പിടിച്ചതാ. അന്ന് 2 ദിവസം മുമ്പ് കുഴപ്പമൊന്നും നോക്കിയത്. എനക്കുണ്ടോ? പിന്നെ ഒറ്റ ദിവസം കിട്ടിയല്ലേ. നമ്മുടെ ആരന്റെ തലഞ്ഞെനിക്ക് കൊന്നിട്ടുണ്ട് കേട്ടാ.
പാമ്പല്ല ഗൈസ്, ഇതാണ് ആരോൺ. നിരവധി തവണ ഇവിടെ വല വീശി നോക്കി. ഏകദേശം ഒരു 3-4 മീൻ കിട്ടി. ഒരു മീൻ നല്ല വലിയ ആരോനായിരുന്നു, ബാക്കിയെല്ലാം പൊടിമീൻ തന്നെയായിരുന്നു. ഇതിനു മുമ്പ് എങ്ങനെയാണ് വല ഞങ്ങൾ വീശാൻ പഠിച്ചതെന്നുള്ള ഭാഗങ്ങൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് പോകാം. എനിക്ക് ദൂരം പോയില്ല. അടുത്തൊരു ജോലി വരുമോ? ചേട്ടാ ഇങ്ങോട്ട് പോവാ, ഫുള്ള് റെക്കോർഡിങ്ങാ. തുടങ്ങിയോ? വിരിഞ്ഞു. പിന്നെ അവൻ എപ്പോ കൊള്ളായിരുന്നു വിരിഞ്ഞുള്ളൂ.
ആ അയാൾ ആ ആ അജിലിന്റെ ഒക്കെ എടുത്തേ അനുവേന്ന് എടുക്കാം അവിടെ അല്ല അത് ഇവിടെ ആഴം എങ്ങനെയുണ്ട്? ആ കല്ലുമട്ടിയുണ്ട് കല്ലുമട്ടിയുണ്ട്. എടാ ആരനെ കിട്ടി വീണ്ടും കിടില്ല. മുന്നോട്ട് കയറി പോലോ. എടുത്തോണേ, ഞാൻ എടുക്കില്ല. എടുത്ത പറ്റത്തില്ല, മുന്നോട്ട് കയറിയാൽ മതി. പിടിച്ചതിനകത്ത് വെച്ച് പോകുന്നത്. കൈ പിടിച്ചടാ, എന്റെ തലയിലേക്ക് കൈ പിടിച്ചേ. ഇത് പിടിക്കടാ, എടുക്കല്. ആ അതിലെ പിടി, നീ പിടിച്ചോ. എന്നെക്കാളും പേടിയാണല്ലോ എനക്ക്. എന്നിട്ട് കഴുത്ത് ഇങ്ങോട്ട് ഓടിക്ക്, ഇങ്ങോട്ട് ഓടി. മുകളിലോട്ട് മടക്ക. ചാടി പോകുന്നുണ്ട്. ചൊവ്വായി എഴുതായിരുന്നു അല്ലേ? കല്ലും പേടി കേട്ടോ അവനെ. എന്നിട്ട് അന്നത്തെ തള്ളിച്ച് വെക്കണത്